എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി. അമ്മി മോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്. വാട്ട് ഈസ് സർപ്രൈസ്. ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്കൊരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഓറെക്സ് ബിൽഡേഴ്സ്. Oryx, the builders of trustworthy home spaces. Oryx Builders Private Limited, adorning lives. സന്ദീപ് വാര്യരുമായി CPI ചർച്ച നടത്തിയെന്ന് സമ്മതിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചർച്ചയിൽ CPI കുറച്ച് വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചെന്നും ആശയപരമായ മാറ്റമാണെങ്കിൽ സംസാരിക്കാമെന്നും പറഞ്ഞെന്ന് ബിനോയ് വിശ്വം 24-നോട് സ്ഥിരീകരിച്ചു. പാർട്ടിയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ലെന്ന് തങ്ങൾ സന്ദീപിനോട് പറഞ്ഞിരുന്നുവെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനമല്ലാതെ സന്ദീപിനെ പോലെ ഒരാൾക്ക് നൽകാൻ CPIക്ക് ഒന്നുമില്ലെന്ന് സന്ദീപുമായി സംസാരിച്ച വേളയിൽ തങ്ങൾ വ്യക്തമാക്കിയിരുന്നുവെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. സന്ദീപ് എന്തുകൊണ്ടാണ് പിന്നീട് തീരുമാനം എടുക്കാതിരുന്നതെന്ന് അറിയില്ല. മുൻപ് CPIയുമായി ചർച്ചകൾ നടന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ സന്ദീപ് വാര്യർ അതിനെ തള്ളി രംഗത്തെത്തിയിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് പാർട്ടി മാറുന്നവരെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ബിനോയ് വിശ്വം പരോക്ഷ വിമർശനം ഉന്നയിച്ചു. താൻ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ചല്ല ഇത് പറയുന്നത്. കൂറുമാറ്റത്തെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. പാർട്ടി മാറ്റം ആകാമെങ്കിലും രാഷ്ട്രീയം പരമപ്രധാനമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഏറെക്കാലത്തിന് ശേഷം CPIM CPI നേതൃയോഗങ്ങൾ ഡൽഹിയിൽ ചേർന്നതിനിടെയായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. യോഗത്തിൽ കേരളത്തിലെ അഭിപ്രായ ഭിന്നതകൾ ഉൾപ്പെടെ ചർച്ചയായെന്നാണ് സൂചന. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.